നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആയിഷ് തിരിച്ചു പോകാനായി അവൾക്ക് കൊണ്ടുപോകാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ച് അങ്ങനെ പെട്ടി പാക്ക് ചെയ്യാനായിട്ടുള്ള പുറപ്പാടിലാണ്. അപ്പം അമ്മ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഇത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ എന്നൊന്നും എനിക്കറിയില്ല, എന്തായാലും ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചെയ്യുന്നത്. അതിൻ്റെതായിട്ടുള്ള ചെറിയൊരു ടെൻഷനും ഉണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അമ്മ കുറേ കോഴികളെ ഇങ്ങനെ ആറ്റുനോറ്റ് വളർത്തി കൊണ്ടുവരുന്നുണ്ട്. ആ കോഴികളൊക്കെ ഇട്ട് തന്ന മുട്ടയാണ് ഇപ്പം ഇരിക്കുന്നത്. ഈ മുട്ട മുഴുവനും കൊച്ചി ടു ദുബായ് വരെ എത്തിക്കാനാണ് അമ്മയുടെ പ്ലാൻ. ചാച്ചന്റെ കാര്യം പിന്നെ പറയാൻ വേണ്ട. ചാച്ചന്റെ അടുത്ത് നിനക്ക് മുട്ടയാണോ ഇഷ്ടം ഇവളെയാണോ ഇഷ്ടം, അതായത് എന്നെയാണോ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാച്ചൻ പറയും മുട്ടയാണ് ഇഷ്ടം എന്ന്. ചാച്ചന് അത്രേ ഇഷ്ടമാണ് കേട്ടോ മുട്ട. അല്ലെങ്കിൽ ഈ ബോഡി ബിൽഡേഴ്സ് അങ്ങനെയാണല്ലോ, മുട്ട എന്ന് കേട്ട് കഴിഞ്ഞാൽ ചാടിത്തുള്ളിയെ എവിടെയാണേലും പോയി വാങ്ങും. അങ്ങനെ അമ്മായിമ്മ ദേ മരുമോന് നല്ല നാടൻ കോഴിമുട്ട റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അത് ഫ്രഷ് മുട്ടയാണ് കേട്ടോ, നേരത്തെ ഇട്ട് വെച്ച മുട്ടയൊന്നല്ല, ഫ്രഷ് സാധനമാണേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിന് മാത്രം കോഴി ഇവിടെ ഉണ്ടോന്ന്. ഉണ്ട് കേട്ടോ, ഞാൻ ചുമ്മാ തള്ളണതൊന്നല്ല, ഇവിടെ അത്യാവശ്യം കോഴിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഞാൻ അമ്മേനോട് കുറേ പറഞ്ഞു വേണ്ട, കാരണം എയർപോർട്ടിൽ ഈ ലഗേജൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുമ്പോൾ ഈ സാധനം എങ്ങാനും പൊട്ടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള ഡ്രസ്സുമ്മയാവും, കൊണ്ടുപോകുന്ന സാധനത്തുമ്മ മുഴുവനാവും. പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു കേട്ടോ, ഇത് ഒരു കുഴപ്പം കൂടാണ്ട് അങ്ങ് ദുബായ് വരെ എത്തുമെന്നുള്ളത്. കാരണം അമ്മ അത്രയും സേഫ് ആയിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഒരുക്കുന്നത്. അതായത് മറ്റേ ആ ബബിളിൻ്റെ ആ ഒരു പേപ്പർ ഉണ്ടല്ലോ, അതിനെന്താ പറയണതെന്ന് എനിക്കറിയാൻ പാടില്ല, ഞാൻ ബബിൾ കവർ എന്ന് പറയും. ഓക്കെ, ആ സാധനവും വെച്ചിട്ടുണ്ട്. അതിനുശേഷം ദേ എൻ്റെ ഡ്രസ്സ് കീറിയൊക്കെ മുറിച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലും എൻ്റെ കെട്ടിയോന് വേണ്ടിയാണല്ലോ, ഡ്രസ്സ് പോണെങ്കിൽ അങ്ങ് പോട്ടെ, എൻ്റെ കെട്ടിയോൻ അങ്ങ് നാടൻമുട്ട കഴിച്ച് ആ ശരീരമൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഡ്രസ്സിനെ ഞാൻ തന്നെ കൊടുത്തു കേട്ടോ. അങ്ങനെ ആ ഡ്രസ്സൊക്കെ കഷ്ണം കഷ്ണമാക്കി മുറിച്ചിട്ട് അതിൽ മുട്ട പൊതിഞ്ഞ് വെക്കുകയാണ് കേട്ടോ അമ്മ. അപ്പോൾ ദേ ഇതാണ് ഞങ്ങളുടെ കോഴിക്കൂട്. അപ്പം അമ്മ അതേ ഉള്ള മുട്ട കഴിഞ്ഞതിന് ശേഷം അടുത്ത മുട്ട ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ദേ വീണ്ടും പോവാണ് കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ വശത്തോട്ട് പോണതേ താല്പര്യമില്ല. എനിക്ക് മൃഗങ്ങൾ പക്ഷികൾ അങ്ങനെ കാണാൻ ഇഷ്ടമുണ്ടെന്നല്ലാണ്ട് എനിക്ക് വളർത്തി കൂടെ കൊണ്ട് നടത്താനൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പം ഞാൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ എത്ര കോഴിയുണ്ട്, എത്ര ചാത്തനുണ്ട്, പേടയുണ്ടെന്നൊന്നും ഞാൻ അന്വേഷിക്കാൻ പോവാറില്ല. മുട്ട കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കഴിക്കും, അതേപോലെ നല്ല ചിക്കൻ്റെ ലെഗ് പീസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കഴിക്കും കേട്ടോ. അങ്ങനെ അമ്മയ്ക്ക് കോഴിക്കൂട്ടിൽ നിന്ന് പിന്നെയും കിട്ടിയിട്ടോ നല്ല ഫ്രഷ് മുട്ട. അങ്ങനെ മൊത്തം 11 മുട്ട ഉണ്ട് കേട്ടോ ഇതിൽ മൊത്തം. അപ്പം അമ്മ ദേ ഈ കവർ ആദ്യം വെച്ചു, പിന്നെ മുട്ട തുണിയിൽ പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചു. ഇനി ആ കവർ വീണ്ടും ഇതിന്റെ മേലേക്ക് വെക്കും. എന്തായാലും ഒരു ഭാഗ്യ പരീക്ഷണം. ഇത് വിജയിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഇനി ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ഓക്കെ കേട്ടോ. ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ വിജയിച്ചാൽ മാത്രം ഞങ്ങൾ പറയാം വിജയിച്ചു. നല്ലോണം ടൈറ്റ് ആക്കി വെക്കാം. കിട്ടിക്കഴിയുമ്പോൾ ബാക്കി എന്താണ് റിസൾട്ട് എന്നുള്ളത് ചാച്ചൻ വീഡിയോ എടുത്ത് കാണിക്കുന്നതായിരിക്കും. കണ്ടില്ല എല്ലാവരും, നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. ഇത് അടച്ച് എല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ അമ്മ, ടൈറ്റ് ആക്കിയില്ലേ? കുലുക്കൊന്നില്ലല്ലോ അല്ലേ? മറ്റേ ടേപ്പ് വെച്ചിട്ട് പപ്പ ഇത് മൊത്തത്തിൽ അങ്ങ് ടൈറ്റ് ആയിട്ട് ഒട്ടിക്കുന്നുണ്ട്. പപ്പയുടെ അഭിപ്രായം എന്താ, ഇതവിടെ മര്യാദക്ക് എത്തുമോ ഇല്ലയോ? അതിന്റെ മുകളിൽ നമ്മൾ എന്തെങ്കിലും വെച്ച് അമരാതിരിക്കാൻ വേണ്ടിട്ട് പ്രസ് ചെയ്യുമ്പോ ഇതുമ്പോ ടച്ച് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഈ ബബിൾസിന്റെ കവറ് ഒരെണ്ണം കൂടി ഇങ്ങനെ വെക്കാം. അപാര ബുദ്ധി തന്നെ. അമ്മയ്ക്ക് ബുദ്ധി പഠിച്ച കാലത്ത് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലോ ഇപ്പൊ ആരായാനെ. അതെ, അല്ല കളക്ടർ ഉദ്യോഗം കിട്ടി വലിയ ആളായാലേ. അതെ അതെ. സെറ്റായാ?
എന്റെ മോൻ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ഒരു വീഡിയോ എടുക്കണം. അമ്മ ചെയ്തപ്പോ ഒന്നും പൊട്ടിയിട്ടില്ല എന്ന് പറയും. ഒന്ന് എറിഞ്ഞു നോക്കിയമ്മേ. അയ്യോ വേണ്ട അമ്മേ, ഒരു 1.5 കെട്ടാണ്. വിടിക്കാൻ പറ്റാത്ത കെട്ടായി പോയി, അല്ലേ കടും കെട്ടായി പോയി. കഴിഞ്ഞമ്മ ഒന്ന് പൊക്കിയത് കണ്ടില്ലേ? എല്ലാരും കണ്ടില്ലേ? ഓ ഓ, ധൈര്യമായിട്ട് വിട്ടോ. ഓർഡർ വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ അമ്മയുടെ കോൺഫിഡൻസ് ഒക്കെ കൊള്ളാം, പക്ഷെ ഇത് ഓവർ കോൺഫിഡൻസ് ആണോ, പണി പാളുവോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ. പക്ഷെ അമ്മയ്ക്ക് ഒരു ടെൻഷനും ഇല്ല, സംഭവം അവിടെ സേഫ് ആയിട്ട് എത്തുന്നതാണ് അമ്മ പറയണത് കേട്ടോ. ഇങ്ങനെ ആരെങ്കിലും കൊടുത്തയച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളെ. അങ്ങനെ ഒരു വിഭവം നമ്മൾ അവിടെ സെറ്റാക്കി വെച്ചു. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഫാണ് കേട്ടോ. അത് ഇപ്പൊ ചാച്ചൻ ആരെങ്കിലും നാട്ടിൽ നിന്ന് വരുന്നുണ്ട് എന്നറിയാണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ കൊടുത്തയക്കണം, മറക്കാണ്ട് കൊടുത്തയക്കണം എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ടെങ്കിൽ അത് ബീഫായിരിക്കും. അതും ഇങ്ങനെ കറപ്പിച്ച് എടുത്തിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ ഉണ്ടല്ലോ, അത് തന്നെ വേണം താനും കേട്ടോ. ചില സമയത്ത് നമ്മൾ വേവിച്ചിട്ട് കൊടുക്കും, പക്ഷെ ഇത്തവണ നമ്മൾ നല്ലോണം ഫ്രൈ ആക്കിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പൊ ഇനി അവർക്ക് അവിടെ ചെന്നിട്ട് ജസ്റ്റ് ഒരു സവാളയൊക്കെ ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റാണ് കേട്ടോ. പിന്നെ ചാച്ചൻ കൊടുത്തേക്കാൻ പറഞ്ഞൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാമ്മയുടെ അച്ചാറാണ് കേട്ടോ. നമ്മുടെ കൊച്ചി എയർപോർട്ടിലേക്ക് പോണ വഴിക്കാണ് ആ അമ്മാമ്മയുടെ ഷോപ്പ് വരുന്നത്. നമ്മൾ അവിടെ നിന്നാണ് അച്ചാർ വാങ്ങി കൊണ്ടുപോകാറ്. പക്ഷെ ഇത്തവണ പോയി വാങ്ങാനായിട്ടുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, കാരണം വീട്ടിലെ ഫംഗ്ഷനൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ഓട്ടായിരുന്നു, ഒന്നും ഇരിക്കാൻ പോലും നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് ഇവിടെ നിന്ന് എയർപോർട്ടിലേക്ക് ആ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 to 45 മിനിറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് നമുക്ക് അങ്ങനെ ഈ എയർപോർട്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ലാണ്ട് വേറൊരു ആവശ്യത്തിന് നമുക്ക് അങ്ങനെ പോകേണ്ട വരാറില്ല. പിന്നെ ഇതിനു വേണ്ടി മാത്രം പോകാനായിട്ടുള്ള സമയവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സാരില്ല, അത് ഞാൻ വരുമ്പോൾ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ അതേ പപ്പയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ പോയിട്ട് വേറെയും കുറേ സാധനങ്ങൾ RCMൻ്റെ പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. RCMൻ്റെ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഈ നൂഡിൽസ്, പിന്നെ അതുപോലെ തന്നെ സാനിറ്ററി പാഡ്. എനിക്ക് പാഡ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറൊരു പാഡ് ഞാനിപ്പോൾ യൂസ് ചെയ്യണില്ല കേട്ടോ. ഇതൊന്നും RCMൻ്റെ ഒരു പ്രൊമോഷനൊന്നുമല്ല, പക്ഷേ എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പാഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് RCMൻ്റെ പാഡാണ് കേട്ടോ. അതിപ്പോൾ എനിക്ക് ഞാൻ നാട്ടിൽ നിന്ന് പോകുമ്പോൾ കഴിഞ്ഞ തവണ പോയി കഴിഞ്ഞപ്പോൾ കുറേ വാങ്ങിച്ചിട്ട് ഞാൻ കൊണ്ടുപോയി. ഇത്തവണയും പോകുമ്പോൾ ഞാൻ കൊണ്ടുപോകും, കാരണം എനിക്ക് വേറെ ഒരു പാഡ് യൂസ് ചെയ്തിട്ട് ഇത്രയും ഒരു കംഫർട്ടബിൾ കിട്ടിയിട്ടില്ല. അതേപോലെ തന്നെ നൂഡിൽസും, എനിക്ക് വേറൊരു നൂഡിൽസ് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്കായാലും പിള്ളേർക്കായാലും ഭയങ്കര ഇഷ്ടമാണ് ഈ RCMൻ്റെ നൂഡിൽസ്. അങ്ങനെ RCMൻ്റെ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ ഞങ്ങൾ യൂസ് ചെയ്യും. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ പപ്പ വാങ്ങിച്ചിട്ട് വന്നു. ഇനി എല്ലാവരും ഈ ഒരു പെട്ടിയിലാക്കണം. അവൾ ആകെ ഈ ഒരു പെട്ടിയാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. അതിനുള്ള സാധനങ്ങളേ ഉള്ളൂ. പിന്നെ കുറച്ച് പിന്നെന്താ ബീഫ് നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചു. പിന്നെ പിഗ് ഉണ്ട്, പിന്നെ നാടൻ കോഴിയുണ്ട്. ഇത്രയും സംഭവങ്ങളാണ് അവൾ കൊണ്ടുപോകണേ കേട്ടോ. പിന്നെ ചാച്ചനാണെന്നുണ്ടെങ്കിൽ ചിപ്സ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് ടൈമിലാണ് എന്നോട് പറഞ്ഞത് ചിപ്സ് ഇല്ലേന്ന്. അപ്പോൾ കായവറുത്തതിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട്, അതല്ലാണ്ട് വേറെ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ പോരാത്തതിന് ഒരു കുഞ്ഞിപ്പെട്ടിയിൽ കൊള്ളാവുന്നതിനപ്പുറം നമ്മൾ കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞത് വേറെ പെട്ടി കൊണ്ടുപോയിക്കോളാം, പക്ഷെ അവൾ കൊണ്ടുപോകണില്ല. കാരണം അവൾ നേരെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി റൂമിൽ ചെന്ന് സാധനങ്ങളൊക്കെ വെച്ചിട്ട് അവൾ ഡ്യൂട്ടിക്ക് പോകും. അപ്പോൾ പിന്നെ ഈ ലഗേജ് എടുക്കാനായിട്ട് എന്തായാലും അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അത്രയും സമയം പോലും എന്ന് വിചാരിച്ചിട്ടാണ് അവൾ ഈ ഒരു കുഞ്ഞിപ്പെട്ടിയായിട്ട് വന്നതും പോണതും കേട്ടോ. അങ്ങനെ അവളുടെ പെട്ടി പാക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെട്ടിക്കാട് അന്തോണിസ് ഉണ്ണിയാളുടെ പള്ളിയിലേക്ക് പോയിട്ടോ. കാരണം അവിടെ ഊട്ടുതിരുന്നാളാണ്. നമ്മൾ ഇവിടെ മിക്കപ്പോഴും, അതായത് എൻ്റെ പപ്പ ഒരിക്കലും ഒറ്റ കൊല്ലം മുടക്കാറില്ല കേട്ടോ. ഊട്ടുതിരുന്നാൾ ഒറ്റ കൊല്ലം മുടക്കാറില്ല. അതേപോലെ തന്നെ മാക്സിമം ചൊവ്വാഴ്ചകളിൽ പോകാൻ പറ്റുന്ന ചൊവ്വാഴ്ചകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ പപ്പ പോവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തവണ നമുക്കും പോകാനായിട്ട് പറ്റാവുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു ആ സമയത്തെ. പക്ഷേ എന്തോ ഭാഗ്യത്തിന് നമുക്ക് ആ തിരക്കുകളിലൊന്നും പെടാണ്ട് തന്നെ അവിടെ എത്തിച്ചേരാനും അതേപോലെ വലിയ ലൈനിലും വലിയ ക്യൂവിലും ഒന്നും നിൽക്കാണ്ട് തന്നെ ഊട്ടുനേർച്ച കഴിക്കാനൊക്കെ ഉള്ള ഭാഗ്യം കിട്ടിയിട്ടോ. അതേപോലെ തിരിച്ചു വന്നപ്പോഴും ബ്ലോക്കിലൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വലിയൊരു അനുഗ്രഹം തന്നെയാണ് കേട്ടോ. അങ്ങനെ എന്തേ അവൾക്ക് പോകാനായിട്ടുള്ള ടൈമായി. അവൾക്ക് വെളുപ്പിന് 3:20-നാണ് ഫ്ലൈറ്റ് വന്നത്. ഞങ്ങളൊരു 12:30 ആയപ്പോഴത്തേക്കും അവളെ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഏതപ്പം നല്ല ഉറക്കമായി, ഡോണും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വണ്ടി കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോണും ഉറങ്ങിയിട്ടാ.
ഐഷമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ നല്ല വിഷമമുണ്ട്. കാര്യം ഞങ്ങൾ പോയപ്പോൾ ഒരുമിച്ചായിരുന്നു പോയത്, അതുകൊണ്ട് വലിയ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നാട്ടിലേക്ക് വന്നു, ഫംഗ്ഷൻ കൂടി, വീണ്ടും തിരിച്ച് ഒറ്റയ്ക്കാണ് പോണത്. അപ്പം അതിൻ്റെതായിട്ടുള്ള നല്ല വിഷമമുണ്ട് അവൾക്ക്. ഐഷമ്മേനെ സംബന്ധിച്ചിടത്തോളം ഐഷമ്മ ഈ ഇമോഷൻസ് ഒന്നും പുറത്തേക്ക് കാണിക്കില്ല. അതായത് വിഷമമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ കടിച്ചു പിടിച്ച് നിൽക്കും. ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നാലും സങ്കടം വന്നാലും ഇരുന്ന് കരയും. ഇപ്പം എനിക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ ഞാൻ ആരോടെങ്കിലും ദേഷ്യപ്പെടുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ കരഞ്ഞോണ്ടായിരിക്കും ദേഷ്യപ്പെടുന്നുണ്ടാവുക. കരയാൻ മുട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഇരുന്ന് കരയും. സന്തോഷം വന്നാലും ഞാൻ ചിലപ്പോൾ കരയും. ഞാൻ അങ്ങനെയാണ് കേട്ടോ. പക്ഷെ ഇവള് നേരെ ഓപ്പോസിറ്റ് ആണ്. അതേപോലെ തന്നെ ഇവൾക്ക് കുറച്ചെങ്കിലും മനക്കെട്ടി ഉണ്ട്. എനിക്ക് ആ പറഞ്ഞ സാധനം കുറവാണ്. ഞാനും അവളും തമ്മിൽ ഭയങ്കര ഡിഫറെന്റ് ആണ് കേട്ടോ പല കാര്യങ്ങളിലും. അതേപോലെ തന്നെ ഞാൻ എല്ലാവരുമായിട്ട് പെട്ടെന്ന് കമ്പനിയാവും, പെട്ടെന്ന് സംസാരിക്കാനൊക്കെ ഉള്ള ഒരു ഇതുണ്ട്. പക്ഷെ ഇവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, കുറച്ച് സൈലന്റ് ആണ് കേട്ടോ. പക്ഷെ സംസാരിച്ച് വാ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അടക്കില്ല, അത് വേറെ കാര്യം. അങ്ങനെ അവൾക്ക് ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി. ഈ ഒരു ഗ്ലാസിന്റെ അപ്പുറം ഇപ്പുറം നിന്നിട്ടുള്ള ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, എൻ്റെ ദൈവമേ, പ്രവാസികൾ ഏറ്റവും കൂടുതൽ കരയണത് ഈ ഒരു സ്ഥലത്തായിരിക്കും. അവള് പോവാറായപ്പോഴത്തേക്കും ഏതമോൻ എണീറ്റുണ്ടായിരുന്നു. ഡോണു ശ്രീ നല്ല ഉറക്കായിരുന്നു കേട്ടോ. ഏതപ്പനോട് ബൈ പറഞ്ഞു കഴിഞ്ഞപ്പോ ഏതപ്പൻ പറഞ്ഞു പോയി ടോയ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് വരാനാണ് ഐശ്വര്യനോട് പറഞ്ഞത് കേട്ടോ. നീ പോയി ടോയ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് വരാൻ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങള്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.